നമുക്കിന്ന് അങ്കമാലി സ്റ്റൈൽ മാങ്ങക്കറി തയ്യാറാക്കാം. എരിവും പുളിയും ഒക്കെയുള്ള നല്ല സ്വാദുള്ള കറിയാണ്. വളരെ ഈസിയായി പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നൊരു കറി കൂടിയാണ്. മാങ്ങക്കറി തയ്യാറാക്കാൻ ആദ്യം തന്നെ ഒരു ചട്ടിയിലേക്ക് മീഡിയം സൈസിലുള്ള ഒരു സവാള കനം കുറച്ചരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ ഇഞ്ചി കനം കുറച്ചരിഞ്ഞത്, 2 പച്ചമുളക്, 1 തണ്ട് കറിവേപ്പില, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, ഉപ്പ്, 1 ടേബിൾ സ്പൂൺ വിനെഗർ. ഇതെല്ലാം ചട്ടിയിലേക്കിട്ട് കൈ വെച്ച് നല്ല പോലെ തിരുമിയെടുക്കണം. സവാളയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വരണം. വിനെഗർ ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, മാങ്ങയുടെ പുളിക്ക് അനുസരിച്ച് ഒഴിച്ചു കൊടുക്കണം. സവാള നല്ല പോലെ സോഫ്റ്റായി വന്നാൽ ഇതിലേക്ക് നമുക്ക് മാങ്ങ കഷ്ണങ്ങൾ ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്യാം. പുളിയുള്ള മാങ്ങ എടുക്കണം. ഒരുപാട് പുളിയുള്ള മാങ്ങ എടുത്താൽ കുറേ തേങ്ങാപ്പാൽ വേണ്ടി വരും. മാങ്ങയ്ക്ക് പുളി കൂടുതൽ തോന്നുകയാണെങ്കിൽ മാങ്ങ അരിഞ്ഞതിന് ശേഷം ഒരു 10 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. അപ്പോൾ കുറച്ച് പുളി ആ വെള്ളത്തിലേക്ക് പോയിക്കോളൂ. ഇനി ഇതിലേക്ക് തേങ്ങയുടെ 2ാം പാല് 1.5 കപ്പ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം സ്റ്റൗ ഓൺ ചെയ്ത് മാങ്ങ കഷ്ണങ്ങൾ വെന്ത് വരുന്നവരെ വേവിക്കണം. മാങ്ങയ്ക്ക് അധികം വേവില്ല, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കറി റെഡിയാവും. ഈ കറി ഇരിക്കുന്തോറും ടേസ്റ്റ് കൂടുന്നൊരു കറിയാണ്. ഇപ്പോൾ മാങ്ങ കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കട്ടിയുള്ള 1ാം പാല് 1/2 കപ്പ് ഒഴിച്ചു കൊടുത്ത് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതുപോലെ മൺചട്ടിയിലാണ് മാങ്ങക്കറി തയ്യാറാക്കുന്നതെങ്കിൽ ചട്ടിക്ക് നല്ല ചൂടുണ്ടാകും. അതുകൊണ്ടാണ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ സ്റ്റൗ ഓഫ് ചെയ്തത്. 1ാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ കറി തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ചൂടായി വന്നാൽ മതി. അടുത്തതായി മാങ്ങക്കറിയിലേക്ക് ഉള്ളി താളിച്ചിടാം. അതിനുവേണ്ടി ഒരു പാൻ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായാൽ 5 ചെറിയുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കൂടെ 1 തണ്ട് കറിവേപ്പിലയും 3 വറ്റൽമുളകും കൂടി ചേർത്ത് എല്ലാം മൂത്ത് വരുമ്പോൾ കറിയിലേക്ക് ഒഴിച്ച് ഒരു 10 മിനിറ്റ് മൂടി വയ്ക്കാം. മാങ്ങക്കറി റെഡിയായിട്ടുണ്ട്. ഇതുപോലെ തയ്യാറാക്കാത്തവർ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്